ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 11-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന 10th ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം കിടക്കേണ്ടത് പ്രിലിംസ് ആണ്. അപ്പോൾ ഈ പ്രിലിംസിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പരിശീലിക്കാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇതിൽ മോക്ക് ടെസ്റ്റും അതേപോലെ ടോപ്പിക് വൈസ് എക്സാമും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 200-ലധികം വരുന്ന നോട്ടുകളും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം മെന്റർ സപ്പോർട്ട് കൂടി വരുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് 749 രൂപയ്ക്കാണ്. ഉടൻ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക, മികച്ച രീതിയിൽ പരിശീലിക്കുക. ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. അപ്പോൾ 2026 മാർച്ചിൽ ഇറാന്റെ പരമോന്നത നേതാവായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മൊജ്തബ ഹമേനിയാണ്. ആരാണ്? മൊജ്തബ ഹമേനിയാണ് എന്താണ് ഇറാനിന്റെ പരമോന്നത നേതാവായി നിയമിതനായിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഹമേനി. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ആരാണെന്ന് ഓർത്തു വെക്കുക, മൊജ്തബ ഹമേനിയാണ്. അപ്പോൾ അയത്തുള്ള അലി ഹമേനിയുടെ മകനായിട്ടുള്ള മൊജ്തബ ഹമേനിയാണ് ഇനി മുതൽ ആ ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആ ഒരു സ്ഥാനം വഹിക്കുന്നത്. ഈ ഒരു സ്ഥാനത്തേക്ക് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന അവിടുത്തെ സംഘമുണ്ട്, പുരോഹിതന്മാരുടെ സംഘടനയുണ്ട്. അപ്പോൾ ഈ ഒരു ഇറാനിന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് ഈ ഒരു സംഘടനയാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരെയാണ്? മൊജ്തബ ഹമേനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ 2026 മാർച്ചിലാണ് അദ്ദേഹം ഇറാനിന്റെ പരമോന്നത നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. SBI ലൈഫിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർമാർ ആരൊക്കെയെന്നാണ്. SBI ലൈഫിന്റെ ആണ് കേട്ടോ. SBI ലൈഫ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ SBI ലൈഫിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ഋഷഭ് പന്തും അതേപോലെ രവീന്ദ്ര ജഡേജയുമാണ്. പന്തും അതേപോലെ ജഡേജയുമാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. എന്തിന്റെയാണ്? SBI ലൈഫിന്റെയാണ് ബ്രാൻഡ് അംബാസിഡർമാരായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതേപോലെ ഒന്ന് ഓർത്ത് വെക്കുക, ജോളി പോളി എന്നിങ്ങനെ രണ്ട് ക്യാരക്ടറുകളായിട്ടാണ് ഇവർ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. എന്തിന്റെയാണ്? SBI ലൈഫിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ്? ജോളി അതേപോലെ പോളി എന്നിങ്ങനെ പേരുകളിൽ വരുന്ന ക്യാരക്ടറുകളായിട്ടാണ് മാറിയിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക, നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള ഋഷഭ് പന്തും അതേപോലെ രവീന്ദ്ര ജഡേജയുമാണ്. ഇപ്പോൾ SBI ലൈഫിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർമാർ ആരൊക്കെയാണ്? ഋഷഭ് പന്ത് അതേപോലെ രവീന്ദ്ര ജഡേജയുമാണ്. ഇനി ഒരു നോവലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നോവലിന്റെ പേര് ഇതാണ്, നിയോഗം. നിയോഗം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിയോഗം എന്നുള്ള ഈ ഒരു നോവൽ എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക, രമേശ് ചെന്നിത്തലയാണ്. ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹമാണ് ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. നോവലിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക, നിയോഗം. നിയോഗം എന്നുള്ള നോവലാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണിത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണെന്നാണ് നിയോഗം എന്നുള്ളത്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു നോവൽ പ്രകാശനം ചെയ്തത് ആരാണ്? സാഹിത്യകാരൻ ടി പത്മനാഭനാണ്. ആരാണ്? ടി പത്മനാഭനാണ്. ഇതാണ് ഈ ഒരു പുസ്തകം, ഈ ഒരു ബുക്ക്, ഈ ഒരു നോവൽ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു നോവൽ സ്വീകരിച്ചത് ആരാണ്? അത് സംവിധായകൻ ബ്ലസ്സിയാണ്. അപ്പോൾ പ്രകാശനം ചെയ്തത് ആരാണ്? ടി പത്മനാഭനാണ്. അതേപോലെ ഇത് സ്വീകരിച്ചിരിക്കുന്നത് സംവിധായകൻ ബ്ലസ്സിയാണ്. അപ്പോൾ നോവൽ ഏതാണെന്ന് ഓർത്തു വെക്കുക, നിയോഗം എന്നുള്ള ഈ ഒരു നോവലാണ്. നോവൽ എഴുതിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു സർവേ ആണ്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു പക്ഷി സർവേ ആണ്. ഒരു പക്ഷി സർവേ ആണ്. അപ്പോൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ് ഈ ഒരു പക്ഷി സർവേ നടത്തിയിരിക്കുന്നത്. അപ്പോൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടത്തിയ സമഗ്ര പക്ഷി സർവേയിൽ രേഖപ്പെടുത്തിയ പക്ഷി ഇനങ്ങൾ എത്രയെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓർത്തു വെക്കുക, 192 പക്ഷി ഇനങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്രയാണ്? 192 പക്ഷി ഇനങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ നടന്ന എവിടെയാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടന്നിട്ടുള്ള സമഗ്ര പക്ഷി സർവേയിലാണ് ഇത്രയും ഇനം പക്ഷികളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നുമായിട്ട് 85 പക്ഷി നിരീക്ഷകരാണ് ഈ ഒരു പക്ഷി സർവേക്ക് വേണ്ടിയിട്ട് പരിശീലനം ലഭിച്ച് ഈ ഒരു പക്ഷി സർവേ നടത്തിയത്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും പേരുടെ പങ്കാളിത്തത്തോടെ, ഈ ഒരു 85 പേരുടെ പങ്കാളിത്തത്തോടെ നമ്മുടെ സംസ്ഥാന വനം വകുപ്പും അതേപോലെ തന്നെ മലബാർ, ഓർത്തു വെക്കുക, മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും ചേർന്നിട്ടാണ് ഈ ഒരു പക്ഷി സർവേ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എന്താണെന്ന് ഓർത്തു വെക്കുക, നമ്മുടെ സംസ്ഥാന
വനം വകുപ്പും അതേപോലെ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും ചേർന്നിട്ടാണ് ഈ ഒരു പക്ഷി സർവേ നടത്തിയത്. ഈ ഒരു പക്ഷി സർവേയിൽ നമ്മുടെ സൈലന്റ് വാലിയുടെ കോർ ഭാഗങ്ങളും അതേപോലെ കോർ ഏരിയയും അതേപോലെ തന്നെ എന്താണ് ബഫർ സോണുകളും കവർ ചെയ്തിട്ടുണ്ട്. ആ കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം ഇതിനു മുമ്പ് ഒരു പക്ഷി സർവേ അവിടെ നടന്നപ്പോൾ എന്താണ് ഈ ഒരു ബഫർ സോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കോർ ബഫർ സോണുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പക്ഷി സർവേ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാം, പക്ഷി സർവേ നടത്തിയത് എവിടെയാണ്? അടുത്തിടെ നടത്തിയ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടത്തിയിട്ടുള്ള സമഗ്ര പക്ഷി സർവേയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കിയത്. ഈ ഒരു പക്ഷി സർവേയിലൂടെ രേഖപ്പെടുത്തിയ പക്ഷി ഇനങ്ങൾ എത്രയാണ്? 192 ആണ്. അടുത്തത് ഒരു AI ടൂൾ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടൂൾ ഓർത്ത് വെക്കുക, സുദർശൻ. എന്താണ് സുദർശൻ എന്നുള്ള ഒരു AI ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കാം. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും അതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്നവരെ കണ്ടെത്തുന്നതിനുമായിട്ട് സെബി അടുത്തിടെ പുറത്തിറക്കിയിട്ടുള്ള ഒരു AI ടൂൾ ആണ് എന്താണ് സുദർശൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ആരാണ് പുറത്തിറക്കിയത്? സെബി ആണ് പുറത്തിറക്കിയത്. അപ്പോൾ സെബി എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ എന്താണ് ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒക്കെ ഒരു അപെക്സ് ബോഡിയാണ് സെബി, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ സെബി കൊണ്ടുവന്നിരിക്കുന്ന ഒരു AI ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും അതേപോലെ ഈ ഒരു നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ ഒരു മിസ്ലീഡുകൾ നൽകുന്ന അല്ലെങ്കിൽ എന്താണ് തെറ്റായ രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ തെറ്റായ രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഫിൻഫ്ലുവൻസർമാരെ ആ ഒരു ടൈം ഓർത്ത് വെക്കുക. ഫിൻഫ്ലുവൻസർമാരെ കണ്ടെത്തുന്നതിനും അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ തടയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു AI ടൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു AI ടൂളിന് വീഡിയോ അതേപോലെ ഓഡിയോ ഇനി ടെക്സ്റ്റ് രൂപത്തിലുള്ള മിസ്ലീഡുകൾ കണ്ടെത്തുവാനായിട്ട് അനലൈസ് ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഇനി സെബിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. സെബിയുടെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തുഹിൻ കാന്ത പാണ്ഡെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് തുഹിൻ കാന്ത പാണ്ഡെയാണ് എന്താണ് സെബിയുടെ നിലവിലെ ചെയർമാൻ. PSC എക്സാമുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു തീർത്തിട്ടുണ്ടാകും. അറിവിടം ബുക്കുകൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നുള്ള അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനി SCERT പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ എങ്ങനെ പരീക്ഷയ്ക്ക് വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി SCERT അറിവിടം സോഷ്യൽ സയൻസ് പ്രാക്ടീസ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCERT പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് എങ്ങനെ വരും എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രാക്ടീസ് ബുക്കാണിത്. ഈ ഒരു ബുക്കിന്റെ പ്രൈസ് വരുന്നത് 270 രൂപയാണ്. 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത ആരെന്നാണ് ഓർത്തു വെക്കുക. RM നാച്ചമ്മയാണ്. ആരാണ്? RM നാച്ചമ്മയാണെന്നാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിതയാണ്. ആരാണ്? RM നാച്ചമ്മ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ കർണാടകയിലെ കൈഗ ഓർത്തു വെക്കുക. കൈഗ ആണവ നിലയത്തിലെ ജനറേഷൻ സ്റ്റേഷനിൽ എന്താണ് യൂണിറ്റ് 3-4 ചീഫ് സൂപ്രണ്ടായിട്ടാണ് ആര് മാറിയിരിക്കുന്നത്? RM നാച്ചമ്മ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ എവിടെയാണ്? കൈഗ ആണവ നിലയമാണ്. കൈഗ ആണവ നിലയത്തിലെ എന്താണ് കൈഗ ജനറേഷൻ സ്റ്റേഷനിലെ യൂണിറ്റ് 3-4 ചീഫ് സൂപ്രണ്ടായിട്ടാണ് മാറിയിരിക്കുന്നത്. എപ്പോഴും ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്ന, അതായത് ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയായിട്ട് മാറിയിരിക്കുകയാണ് RM നാച്ചമ്മ. ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിവൽ 2ാം പതിപ്പിന്റെ വേദി എവിടെയെന്നാണ് ഓർത്തു വെക്കുക. ഡെബ്രിഗഡ് വന്യജീവി സങ്കേതത്തിലാണ്. എവിടെയാണ്? ഡെബ്രിഗഡ്. ഓർത്തു വെക്കുക. ഡെബ്രിഗഡ് വന്യജീവി സങ്കേതത്തിൽ വെച്ചിട്ടാണ് എന്ത് ഫെസ്റ്റിവലാണ്? ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിവലിന്റെ 2ാമത്തെ പതിപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വന്യജീവി സങ്കേതം എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഒഡീഷയിലാണ് കേട്ടോ. എവിടെയാണ്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒഡീഷയിലുള്ള ഡെബ്രിഗഡ് വന്യജീവി സങ്കേതത്തിൽ വെച്ചിട്ടാണ് എന്താണ് 2ാം പതിപ്പ് ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പ് നടക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലുടനീളമുള്ള ജില്ലകളിലെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് യൂണിസെഫ് ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച സ്ഥാപനം ഏതെന്നാണ് ഓർത്തു വെക്കാൻ? നീതി ആയോഗാണ്. അപ്പോൾ നീതി ആയോഗും അതേപോലെ എന്താണ് യൂണിസെഫ് ഇന്ത്യയുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലുടനീളമുള്ള ജില്ലകളിലെ പോഷകാഹാര ലഭ്യതയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മാതൃശിശു പോഷകാഹാര ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് യൂണിസെഫിന്റെയും അതേപോലെ തന്നെ നീതി ആയോഗിന്റെയും പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കരാർ
കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിസെഫ് ഇന്ത്യയും അതേപോലെ തന്നെ എന്താണ് നീതി ആയോഗുമാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലുടനീളമുള്ള ജില്ലകളിൽ എന്താണ് പോഷകാഹാര ലഭ്യതയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി ഒരു ആപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഷൈൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ജോലി സ്ഥലത്ത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചിട്ടുള്ള ഒരു ആപ്പാണ് എന്താണ് ഷൈൻ എന്നുള്ള ഈ ഒരു ആപ്പ്. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങളൊക്കെ എന്താണ് ഈ ഒരു ആപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്താണ് ഷൈൻ എന്നുള്ള ഈ ഒരു ആപ്പ്. ഇതിന്റെ പൂർണ്ണ രൂപം കൂടി ഒന്ന് നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, സെക്ഷൽ ഹറാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എംപവർമെന്റ് എന്നുള്ളതാണ്. എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എംപവർമെന്റ്. അപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുകയും അതിലൂടെ എന്താണ് സ്ത്രീ ശാക്തീകരണവുമാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പരാതിപ്പെടുവാനായിട്ടും അത് റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. അതിലൂടെ എന്താണ് സ്ത്രീ ശാക്തീകരണമാണ് ഈ ഒരു ആപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2026 T20 ലോകകപ്പിലെ ടീം ഓഫ് ദി ടൂർണമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരെന്നാണ് ഓർത്തു വെക്കുക, സഞ്ജു സാംസൺ ആണ്. ആരാണ്? സഞ്ജു സാംസൺ ആണ്. 2026 കഴിഞ്ഞ T20 മത്സരത്തിൽ സഞ്ജുവിന്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ എന്താണ് 2026 T20 ലോകകപ്പ് ടീം ഓഫ് ദി ടൂർണമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ്? മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസൺ ഉൾപ്പെടെ 4 പേരാണ് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എത്ര പേരാണെന്ന് ഓർത്തു വെക്കുക, 4 പേരാണ്. ബാക്കിയുള്ള 3 പേരെ കൂടി ഒന്ന് ഓർത്തു വെക്കുക, ഇഷാൻ കിഷൻ, അതേപോലെ ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നിവരെയുമാണ് എന്താണ് ഈ ഒരു ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു 2026 T20 ലോകകപ്പ് ടീം ഓഫ് ദി ടൂർണമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, അതേപോലെ ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരൻ ആരെന്നാണ് ഓർത്തു വെക്കുക, KN പണിക്കറാണ്. ആരാണ്? KN പണിക്കറാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. അപ്പോൾ ഈ ഒരു ചരിത്ര രചനാ രീതിയിൽ മാർക്സിസ്റ്റ് രചനാ രീതി സ്വീകരിച്ചിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ്. ആരാണ്? KN പണിക്കർ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 2017 ഓർത്തു വെക്കുക, 2017 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക, 2026 മാർച്ചിലാണ് KN പണിക്കർ എന്നുള്ള ചരിത്രകാരൻ അന്തരിച്ചത്. മറ്റൊരു വിയോഗമാണ് ഇനി നമ്മൾ നോക്കുന്നത്. 2026 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോളർ ആരെന്നാണ് ഓർത്തു വെക്കുക, സയ്യിദ് ഹബീബുൾ ഹസൻ ഹമീദ് ആണ്. ആരാണ്? സയ്യിദ് ഹബീബുൾ ഹസൻ ഹമീദ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം എന്താണ് മുൻ ഇന്ത്യൻ ഫുട്ബോളർ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1964 AFC ഓർത്തു വെക്കുക, AFC ഏഷ്യൻ കപ്പിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ടീമിനെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു. അതേപോലെ തന്നെ 1960 റോം ഒളിമ്പിക്സിൽ അദ്ദേഹം എന്താണ് ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വെക്കാം, 2026 മാർച്ചിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഈ ഒരു എക്സാമിലെ പ്രിലിംസും അതേപോലെ മെയിൻസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫയലുകൾ ഇപ്പോൾ ലഭ്യമാണ്. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. നിരവധി ഡിഗ്രി ലെവൽ എക്സാമുകളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമുകളെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ റാങ്ക് ഫയലിലൂടെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ന്യൂ NCERT പാഠഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. NCERT പാഠഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ റാങ്ക് ഫയലുകൾ സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2026 മാർച്ചിൽ ഇറാന്റെ പരമോന്നത നേതാവായി നിയമിതനായത് ആരെന്നായിരുന്നു? ഓർത്തു വെക്കുക, മുജ്തബ ഹമേനിയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. SBI ലൈഫിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർമാർ ആരെന്നാണ്? ഓർത്തു വെക്കുക, ഋഷഭ് പന്ത്, അതേപോലെ രവീന്ദ്ര ജഡേജ തുടങ്ങിയവരാണ് SBI ലൈഫിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് മാറിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് നിയോഗം എന്നുള്ള നോവൽ എഴുതിയത് ആരെന്നാണ്? രമേശ് ചെന്നിത്തലയാണ് ഈ ഒരു നോവൽ രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇത് പ്രകാശനം ചെയ്തത് ആരാണ്? സാഹിത്യകാരനായിട്ടുള്ള T പത്മനാഭനാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടത്തിയ സമഗ്ര പക്ഷി സർവേയിൽ രേഖപ്പെടുത്തിയ പക്ഷി ഇനങ്ങൾ എത്രയെന്നാണ്? 192 പക്ഷി ഇനങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൈലന്റ് വാലിയുടെ കോർ ഭാഗവും അതേപോലെ തന്നെ ബഫർ സോണുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സർവേ നടത്തിയത്. നമ്മുടെ സംസ്ഥാന വനം വകുപ്പും അതേപോലെ തന്നെ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും ചേർന്നിട്ടാണ് ഈ ഒരു സർവേ നടത്തിയത്. അതിനുശേഷം നമ്മൾ നോക്കിയത് സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും സാമൂഹ്യ മാധ്യമങ്ങളുടെ തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് SEBI പുറത്തിറക്കിയിട്ടുള്ള
ആയിട്ടുള്ള ഒരു AI ടൂളാണ് എന്താണ് സുദർശൻ എന്നാണ് ഈ ഒരു AI ടൂളിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ അതിലൂടെ എന്താണ് ഇത്തരത്തിലുള്ള തെറ്റായ നിക്ഷേപ വിവരങ്ങളൊക്കെ നൽകുന്നവരെയും അതേപോലെയുള്ള വീഡിയോകളും ടെക്സ്റ്റുകളും ഓഡിയോകളും ഒക്കെ ക്രാക്ക് ചെയ്യുവാനായിട്ട് ഈ ഒരു ആപ്പിലൂടെ ഈ ഒരു ടൂളിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത ആരെന്നാണ്. ഓർത്തു വെക്കുക, RM നാച്ചമ്മയാണ്. അപ്പോൾ നാച്ചമ്മ എന്താണ് ഇത്തരത്തിലൊരു ഒരു മേധാവിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കൈഗൈ ആണവ നിലയത്തിൻ്റെയാണ് കൈഗൈ ജനറേഷൻ സ്റ്റേഷൻ്റെ യൂണിറ്റ് 3-4 സൂപ്രണ്ടായിട്ടാണ് ചീഫ് സൂപ്രണ്ടായിട്ടാണ് മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിവൽ 2ാം പതിപ്പിന്റെ വേദി എവിടെയാണ്? ഡെബ്രിഗഡ് വന്യജീവി സങ്കേതം, ഒഡീഷയിലെ ഡെബ്രിഗഡ് വന്യജീവി സങ്കേതത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലുടനീളമുള്ള ജില്ലകളിലെ പോഷകാഹാരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് യുണിസെഫ് ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച സ്ഥാപനം ഏതെന്നാണ്? നീതി ആയോഗാണ്. അപ്പോൾ നീതി ആയോഗം അതേപോലെ യുണിസെഫ് ഇന്ത്യയുമാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയിലുടനീളമുള്ള ജില്ലകളിലുള്ള പോഷകാഹാര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കരാറിന്റെ ലക്ഷ്യം. പിന്നീട് നമ്മൾ നോക്കിയത് ജോലി സ്ഥലത്ത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട്, അതായത് അവർ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ പരാതിപ്പെടുവാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഷൈൻ എന്നാണ് ഈ ഒരു ആപ്പിന് പേര് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. 2026 T20 ലോകകപ്പിലെ ടീം ഓഫ് ദി ടൂർണമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരെന്ന് നമ്മൾ പറഞ്ഞു. സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ഉൾപ്പെടെ 4 ഇന്ത്യൻ താരങ്ങളാണ് ഈ ഒരു ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആരൊക്കെയാണ്? സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, അതേപോലെ ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നിവരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് 2026 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരൻ ആരെന്നാണ്? KN പണിക്കറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് മറ്റൊരു വിയോഗമായിരുന്നു. 2026 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോളർ ആരെന്നാണ്? സയ്യിദ് ഹബീബുൾ ഹസൻ ഹമീദാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയർ ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ A തോന്നക്കൽ, ഓപ്ഷൻ B കാക്കനാട്, ഓപ്ഷൻ C കോഴിക്കോട്, ഓപ്ഷൻ D കൊട്ടാരക്കര. അടുത്ത ചോദ്യം ഇതാണ്: സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം ഏതെന്നാണ്. ഓപ്ഷൻ A പെരുമ്പളം പാലം, ഓപ്ഷൻ B കുമ്പിച്ചൽ കടവ് പാലം, ഓപ്ഷൻ C പടഹാരം പാലം, ഓപ്ഷൻ D ഇതൊന്നുമല്ല. അപ്പോൾ ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ ആദ്യത്തെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.